എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും തന്നെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കൊച്ചു ഐഡിയ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിന്ന് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത് പഴയ ജീൻസ് പാൻറ്റാണ്. അപ്പോൾ ലേഡീസിൻ്റെയോ അല്ലെങ്കിൽ ജെൻസിൻ്റെയോ ഏതായാലും മതി കേട്ടോ. ഇനിയിപ്പോൾ ജീൻസ് പാൻറ്റിന് പകരം ഏത് കട്ടിയുള്ള പാൻറ്റ് വെച്ചിട്ടും നിങ്ങൾക്ക് ഈ ഐഡിയ ട്രൈ ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. അപ്പോൾ നമുക്കെന്നാൽ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഇവിടെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു പഴയ ലേഡീസ് പാൻറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പാൻറ്റായാലും എടുക്കാം. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പോക്കറ്റിൻ്റെ ഭാഗമല്ലേ, ബാക്കിലത്തെ പോക്കറ്റിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ പോക്കറ്റ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ആ ഒരു തുണി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാനിങ്ങനെ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ദേ പോക്കറ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കുറച്ച് നിൽക്കുന്ന ആ ഒരു തുണികളൊന്ന് മടക്കി ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല, കറക്റ്റ് ആ ഒരു പോക്കറ്റ് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ മടക്കി ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് നീറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് പോക്കറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് തുണി കൂടെ കൂട്ടി വെട്ടിയെടുത്തുകൊണ്ടാണ് ഇങ്ങനെ മടക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. കണ്ടോ, നമ്മളിപ്പോൾ ആ അരികൊക്കെ ബാക്കിലേക്ക് ഇങ്ങനെ മടക്കി ഒട്ടിച്ചു. അപ്പോൾ ഗ്ലൂഗൺ ഇല്ലാത്തവർ കൈ വെച്ചൊന്ന് ചെറുതായി തുന്നി കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു അരികിലൂടെ കറക്റ്റായിട്ട് വെട്ടിയെടുത്താലും മതി കേട്ടോ. ഇനി ഞാനിങ്ങനെ ആ ഒരു പാൻറ്റിൻ്റെ അടിഭാഗത്ത് നിന്ന് നമുക്കൊരു വള്ളി പോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റിച്ചിങ് വരുന്ന ഭാഗം നല്ല കട്ടിയിലുണ്ടല്ലോ, അവിടെ നിന്നാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതേ നമ്മുടെ വള്ളിയും റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പോക്കറ്റ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് തുന്നി കൊടുക്കുക ജസ്റ്റ്, അല്ലെങ്കിൽ ഗ്ലൂഗൺ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ആ ഒരു സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കൂടുതൽ ഡെക്കറേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഇത് ലേഡീസ് പാൻറ് ആയതുകൊണ്ട് കുറച്ചിങ്ങനെ റെഡ് കളറും ഒക്കെ വന്നിട്ട് നല്ലൊരു ഭംഗിയും ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ ജെൻസിൻ്റെ പാൻറ്റായാലും ഏത് പാൻറ്റായാലും ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് കാണിച്ചു തരാം. നമ്മുടെ ആ ഒരു ഓർഗനൈസർ ഞാനിപ്പോൾ ചാർജറിൽ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഫോൺ ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് ഈ ഒരു ഓർഗനൈസറിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും തന്നെ താഴെ വീഴുന്നുള്ളൊരു പേടിയേ ഇല്ലാണ്ട് ചാർജ് ചെയ്യാം. അപ്പോൾ ടേബിളൊന്നും ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ റെയിൽവേ സ്റ്റേഷനിലോ അതുപോലെ ട്രെയിനിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നമുക്ക് സൈഡ് ഇങ്ങനെ മടക്കി വെക്കണമെന്നൊന്നുമില്ല, കറക്റ്റ് ആ ഒരു പോക്കറ്റിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ബാഗിലൊക്കെ മടക്കി വയ്ക്കാനും എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു കാര്യത്തിന് ജീൻസ് പാൻറ്റ് തന്നെ എടുക്കാൻ കാരണം ജീൻസ് പാൻറ്റിൻ്റെ തുണി അങ്ങനത്തെ കുറച്ച് കട്ടിയുള്ള തുണിയാണല്ലോ, അപ്പോൾ ഇങ്ങനെ നിവർന്നിരുന്നോളും കറക്റ്റായിട്ട്. പിന്നെ ഈ ഒരു ഷേപ്പ് വരുന്നത് ഇത് ലേഡീസ് പാൻറ്റ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കറക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിലായിരിക്കും ജെൻസിൻ്റെ പാൻറ്റ് വെച്ച് ചെയ്യുമ്പോൾ കിട്ടുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോന് ഒരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക, എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. പിന്നെ ഇതുപോലുള്ള ഒരുപാട് ടിപ്സ് ഈ ചാനലിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് വന്നവർ അതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനിയപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല ഐഡിയ ആയിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്